ഏതായാലും 2112 വോട്ടുകൾക്കാണ് ചേലക്കരയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2112 2112 എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്നു ചേലക്കര എന്നുള്ളതാണ്. അത് തപാൽ വോട്ടിൽ കിട്ടിയ ആ ഒരു മേധാവിത്വം മേൽക്കൈ അടുത്ത ഒന്നാമത്തെ റൗണ്ടിലും LDF നിലനിർത്തിയിട്ടുണ്ട് ചേലക്കരയിൽ. മറുഭാഗത്ത് പാലക്കാട്ട് ത്രികോണ മത്സരത്തിൽ BJP ഇതിനിടയിൽ ഒരു സൂചനയാണ്, ഉറപ്പില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി മുന്നിലെത്തിയിരിക്കുന്നു എന്നൊരു അനൌദ്യോഗിക വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. വ്യക്തമായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലേക്ക് പാലക്കാട് എത്തുന്നു എന്നൊരു വിവരം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിൽ വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അതിൽ ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് UDFന്റെ അവിടുത്തെ ഔദ്യോഗിക വിവരങ്ങളിൽ പലതും വരുന്നുണ്ട്. ഡോക്ടർ സരിൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരം പങ്കുവെക്കുന്ന ചിലരുണ്ട് എന്നതുകൂടി നമ്മുടെ മുമ്പിലുണ്ട് എന്ന വിവരം പങ്കുവെക്കട്ടെ. രാഹുൽ മാങ്കൂട്ടം, നമ്മൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. സച്ചിൻ രാഹുൽ ലീഡ് ചെയ്യാണോ? എത്ര വോട്ടിന്? 3013 വോട്ടുകളാണ് ഇപ്പോൾ രാഹുൽ നേടിയിട്ടുള്ളത്. UDF 2128 LDF നേടിയിട്ടുണ്ട്. 1016 വോട്ടാണ് ഇപ്പോൾ നിലവിൽ BJP നേടിയിട്ടുള്ളത് പാലക്കാട്. ഒന്നുകൂടി ആ നമ്പറുകൾ പറയൂ. 3000 UDF, 3013 വോട്ടാണ് UDF. LDF 2128, BJP 1016 എന്നതാണ് ഇപ്പോൾ നഗരസഭയാണ്. നഗരസഭയാണ്, BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് LDF കടന്നു വന്നിരിക്കുന്നു. മാത്രം എന്ന് വെച്ചാൽ അതിനർത്ഥം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഭിന്നമായി നഗരസഭയിൽ LDFന്റെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം. അതായത് പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിഞ്ഞ് EVMലേക്ക് കടക്കുമ്പോൾ മെല്ലെ കഥ മാറുന്നു എന്നാണ്. ഇത് ഒരു കാര്യം ഓർക്കണം, ആദ്യഘട്ടത്തിലെ മാത്രം ഫലസൂചനയാണ്. അവിടെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഫലസൂചനകളിലാണ് ഇത് കാണുന്നത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 3013 വോട്ടുകൾ. ഒപ്പം തന്നെ തൊട്ടുപുറകിൽ LDF ആണ്. LDF 2128 ഡോക്ടർ P സരിൻ നേടിയിരിക്കുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. BJPക്ക് അവിടെ 1016 വോട്ടുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അതായത് ഓർക്കേണ്ട ഒരു കാര്യം, നഗരസഭയിലേക്ക് പോയാൽ പാലക്കാടേക്ക് പോയാൽ പാലക്കാടിന്റെ ഒന്നാം റൗണ്ട് എന്ന് പറയുന്നത് നഗരസഭയാണ്. 104 ബൂത്തുകളാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7-8 റൗണ്ട് വരെ പോകും. 7-8 റൗണ്ടുകൾ പോകുന്ന നഗരസഭയുടെ ആദ്യ റൗണ്ടിൽ തന്നെ ആ ഒരു ഷിഫ്റ്റ് കാണുന്നുണ്ട്. UDFന്റെ മെച്ചപ്പെട്ട പ്രകടനം ഉള്ളപ്പോൾ തന്നെ LDF അവിടേക്ക് തിരിച്ചുവരവ് നടത്തുന്നു എന്ന ഒരു സൂചന അതിനകത്തുണ്ട്. ഇന്നലെ LDF ക്യാമ്പുകളും നഗരസഭയിൽ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തും എന്ന ഒരു വിലയിരുത്തൽ. അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ. സാലി ഉണ്ട് എന്ന് വിചാരിക്കുന്നു ചേലക്കര. സാലി, ശരത്ത്, നേരത്തെ ലീഡ് നില തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്. പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഒരു റൗണ്ട് പൂർത്തിയായിട്ട് അതിന്റെ ടാബുലേഷൻ പുരോഗമിക്കുന്നു എന്നാണ് 2112 നിൽക്കുകയാണ് ചേലക്കര. ഒന്നാം റൗണ്ടിന്റെ ടാബുലേഷൻ നടപടികൾ പൂർത്തീകരിച്ചാൽ ആ ലീഡ് ഉയരുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. പാലക്കാടാണ് BJP ലീഡ് പിടിക്കുന്നു. പാലക്കാട് 4127, BJP 4127, LDF 2128, UDF 3013 എന്നതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പാലക്കാട് നഗരസഭയിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ അവിടുത്തെ ഒരു ലീഡ് നില എന്ന് പറയുന്നത്. ചേലക്കരയിലേക്ക് വളരെ വേഗത്തിൽ പോകുമ്പോൾ 2592 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് ലീഡ് ചെയ്യുന്നു. അതായത് പ്രദീപിന് കിട്ടിയ വോട്ട് ഈ റൗണ്ടിൽ 4606, രമ്യയ്ക്ക് കിട്ടിയത് 2014, ബാലകൃഷ്ണൻ കിട്ടിയത് 1034, 2592. സാലി ലൈനിലുണ്ടെങ്കിൽ ഈ 2592 എന്ന് പറയുന്നത് ഈ റൗണ്ടിന്റെ ലീഡാണോ അതോ പോസ്റ്റൽ വോട്ടും അതിൽ കടന്നു വരുമോ? റൈറ്റ്, അത് നമുക്ക് ചോദിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെ പോകാം. ചേലക്കരയിൽ LDF മികച്ച നിലയിൽ തന്നെ, LDFന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് തന്നെ മികച്ച ഒരു ലീഡ് നിലനിർത്തി. തുടക്കം അങ്ങനെയാണ്. തപാൽ വോട്ടിൽ നമ്മളത് കണ്ടു, ആദ്യ റൗണ്ടിലും അത് തന്നെ കാണാം. 2592 വോട്ടുകൾക്കാണ് ഇപ്പോൾ UR പ്രദീപ് ചേലക്കരയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 4606 വോട്ടുകളാണ് പ്രദീപ് നേടിയിരിക്കുന്നത്. രമ്യ ഹരിദാസിന് 2014 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ബാലകൃഷ്ണന് 1034. എനിക്ക് തോന്നുന്നു ഇതിലെ എല്ലാവരും രമ്യ വിജയിക്കുമോ, ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, രമ്യയ്ക്ക് സ്ത്രീ വോട്ടർമാരുടെ ഒരു അനുഭാവം ഉണ്ടാകുമോ എന്നൊരു, കാരണം ഒരു തവണ തോറ്റു, വീണ്ടും മാസങ്ങൾക്കകം വീണ്ടും വന്ന് മത്സരിക്കുമ്പോൾ ഒരു അനുഭാവം ഉണ്ടാകുമോ എന്ന ഒരു രാഷ്ട്രീയമായ വിലയിരുത്തലല്ലാത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട വന്നിട്ടില്ല. പാലക്കാട് നഗരസഭയിൽ 895 വോട്ടുകൾ അധികം LDF പിടിച്ചിട്ടുണ്ട് ഈ ആദ്യഘട്ടത്തിൽ തന്നെ. BJPക്ക് മുൻതൂക്കമുള്ള നഗരസഭയിൽ LDF മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു
എന്നതാണ്. കഴിഞ്ഞ തവണ ആറ് റൗണ്ട് വരെ BJP ലീഡ് ചെയ്ത സ്ഥലമാണ് കേട്ടോ പാലക്കാട് നഗരസഭ. ആ നഗരസഭയിൽ UDF പോസ്റ്റൽ വോട്ട് നോക്കിയാലും പോസ്റ്റൽ വോട്ടിന്റെ കണക്ക് നോക്കിയാൽ അവിടെ UDF ആണ് ലീഡ് ചെയ്യുന്നത്. അല്ല ക്ഷമിക്കണം, പോസ്റ്റൽ വോട്ടിൽ BJP ലീഡ് ചെയ്തു. പക്ഷേ റൗണ്ട് വോട്ടെണ്ണലിലേക്ക് വന്നപ്പോൾ കാര്യം മാറുന്നുണ്ട്. BJPക്ക് മുൻതൂക്കമുള്ള നഗരസഭയുടെ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ ഇതിനോടകം 895 വോട്ട് LDF അധികം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകടനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിന്നും ഭിന്നമായി പ്രകടനം മെച്ചപ്പെടുത്തി എന്ന വിവരമാണ് LDF. അങ്ങനെയാണെങ്കിൽ അവസാന മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വരും പാലക്കാട്ടെ ഫലം അറിയാനായിട്ട്. കാരണം അത്തരത്തിലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല ഈ നഗരസഭയുടെ ആദ്യ റൗണ്ട് തന്നെ, ആദ്യ 1ഉം 2ഉം റൗണ്ട് തന്നെ BJPക്ക് നല്ല സ്വാധീനമുള്ള മേഖലകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരിക്കും എന്നായിരുന്നു മുന്നണികളുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിൻ അതേക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. ഒന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഇടതുമുന്നണി പ്രകടനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 895 വോട്ട് BJPക്ക് വലിയ സ്വാധീനമുള്ള നഗരസഭയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർക്കുക, നഗരസഭയ്ക്കപ്പുറം 3 പഞ്ചായത്തുകളുണ്ട്. ഇതിൽ പിരായിരി പഞ്ചായത്ത് UDFന് നഗരസഭയിൽ ഉണ്ടാകുന്ന ക്ഷീണം സംഭവിച്ചാലും BJP ലീഡ് ചെയ്താലും തടഞ്ഞു നിർത്താൻ കഴിയുന്നത് പിരായിരിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പുറത്ത് മാത്തൂരും കണ്ണാടിയും LDF നന്നായി ലീഡ് ഉയർത്തിയാൽ ആണ് ഈ പ്രതീക്ഷകളൊക്കെ നിലനിർത്തി ഈ പാർട്ടികൾക്ക്, ഈ മുന്നണികൾക്ക് പോകാൻ കഴിയൂ എന്ന സാഹചര്യം.